ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ എഴുന്നേറ്റു. ഇന്ന് മോൾക്ക് ട്യൂഷൻ ക്ലാസ് ഉണ്ട് കേട്ടോ. ട്യൂഷൻ ക്ലാസ് ഉണ്ട്. അപ്പോൾ അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തിട്ട് വേണം വിടാൻ. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റു. കാരണം ഞാൻ രാവിലെ എഴുന്നേറ്റുകൊണ്ട് ഞാൻ ഫസ്റ്റ് ലഞ്ചാണ് പ്രിപ്പയർ ചെയ്യുക. അത് കഴിഞ്ഞിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റു. അപ്പോൾ ഇന്നലെ രാത്രി നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തണുപ്പും ഒക്കെ ഉണ്ടായിരുന്നു. മകനാണെങ്കിൽ എൻ്റെ കൂടെ പോകും. അവൻ എപ്പോഴും ഞാൻ എഴുന്നേറ്റില്ല, അവൻ എൻ്റെ കൂടെ എഴുന്നേൽക്കും. എൻ്റെ കൂടെ എഴുന്നേൽക്കുമ്പോൾ അവനും കൂടെ എഴുന്നേൽക്കും. ഞാൻ എപ്പോൾ അവൻ്റെ അടുത്ത് നിന്ന് എണീക്കുന്നു അപ്പോൾ അവൻ കൂടെ വരും. പിന്നെ അവന് രാവിലെ ഒരു പാട്ടൊക്കെ വേണം. അപ്പോൾ ഇന്നലെ വാങ്ങി വെച്ച മലക്കറിയും പച്ചക്കറികളൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ എണീറ്റ് വന്നപ്പോൾ അമ്മ തലേദിവസത്തെ മീൻകറിയൊക്കെ റെഡിയാക്കി. പിന്നെ ഞാൻ പാവയ്ക്കും മെഴുക്ക് വരട്ടി. നമ്മൾ ഫസ്റ്റ് ഉച്ചത്തേക്കുള്ള ലഞ്ചാണ് ആദ്യം പ്രിപ്പയർ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കിടക്കുള്ളൂ. കാരണം ബ്രേക്ക്ഫാസ്റ്റ് നല്ല ചൂടോടെ കഴിക്കണം. എല്ലാവർക്കും ചൂടോടെയാണ് വേണ്ടത്. അപ്പോൾ അത് ഇത്തിരി ലേറ്റായിട്ടാണ് അതുണ്ടാക്കുക. അപ്പോൾ ആദ്യം ഞാൻ ലഞ്ചിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കണ്ടോ, എൻ്റെ അടുത്ത് മാറത്തില്ല. അവ എപ്പോഴും എൻ്റെ അടുത്താണ്. ഭയങ്കര ഇങ്ങനെ ഓരോന്ന് ചെല്ലാൻ കാണിച്ചിരിക്കും. ഞാൻ അവളെ സ്നേഹിക്കാൻ പാടില്ല, അവനെ മാത്രമേ സ്നേഹിക്കാൻ പാടില്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോരോ ഉമ്മയൊക്കെ തന്നിട്ടിരിക്കും. അപ്പോൾ അമ്മ ചൂടാക്കി വെച്ച മീൻ കറിയൊക്കെ ഞാൻ അങ്ങോട്ടേക്ക് മാറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ട് പാവയ്ക്കും മെഴുക്ക് വരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് അവൻ കൂടെ ഉള്ളതുകൊണ്ട് ഇച്ചിരി ടാസ്ക്കാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അതും അവന് ഞങ്ങൾ ഈ ഗ്യാസ് സ്റ്റൗവിൻ്റെ കുറച്ചങ്ങ് അറ്റത്തോട്ടായിട്ടൊരു ചെയർ ഇട്ടിട്ടുണ്ട്. അതിലാണ് കൂടുതൽ അവൻ ഇരുത്തുക. അവനെ അതിങ്ങനെ പാട്ടൊക്കെ കുറച്ച് നേരം കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ അവൻ എൻ്റെ കൂടെ വന്നിരിക്കണം. അപ്പം ഞാൻ ഒരു ചെയർ കുഞ്ഞു കസരിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലാണ് ഇരിക്കുക. അതിങ്ങനെ അടുത്തൊന്നുമല്ല കേട്ടോ. പക്ഷേ വീഡിയോയിൽ കാണുമ്പോൾ നമുക്കതിങ്ങനെ അടുത്ത് ചെയർ കിടക്കുന്ന പോലെ തോന്നും. പക്ഷേ അടുത്തല്ല, കുറച്ച് നീങ്ങിയിട്ടാണ് ഇരുത്തിയത്. നമ്മൾ നല്ല സേഫായിട്ടാണ് അവൻ ഇരുത്തിയിരിക്കുന്നത്. അവൻ അങ്ങനെ ചാടിപ്പോകത്തൊന്നുമില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് മെഴുക്കുരട്ടി ഉണ്ടാക്കി. അത് ഉണ്ടാക്കിക്കൊണ്ട് നിന്നപ്പോൾ തന്നെ അവൻ എൻ്റെ അടുത്ത് വരാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പം ഞാൻ അതിൽ വെളിച്ചെണ്ണയും കുറച്ച് കടുകും കറിവേപ്പിലയും പച്ചമുളകും ഇട്ടാണ് വഴറ്റുക. അപ്പോൾ രാത്രി തന്നെ ഞാൻ അവരുടെ ലഞ്ച് ബോക്സ് എല്ലാം കഴുകി ഇതേപോലെ വെച്ചേക്കും. അപ്പോൾ അതാണ് അവരുടെ ചെയർ കേട്ടോ. പക്ഷെ നമുക്ക് കണ്ടോ, വീഡിയോയിൽ കാണുമ്പോൾ ഇങ്ങനെ അടുത്തായിട്ട് തോന്നുമെങ്കിലും അത് കുറച്ച് നീങ്ങിയിട്ടാണ് കേട്ടോ. അവൻ ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് വന്നിരിക്കാൻ അവന് ഭയങ്കര ഇഷ്ടമാണ്. അവൻ എൻ്റെ അടുത്താണ് കൂടുതൽ ഇരിക്കുക. അങ്ങനെ അമ്മയുടെ അടുത്തൊക്കെ അറ്റാച്ച്മെൻറ്റ് ഉണ്ടെങ്കിലും കൂടുതലും എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാനാണ് അവന് ഇഷ്ടം. അവൻ എൻ്റെ അടുത്ത് ഇങ്ങനെ അടുക്കളയിൽ നിൽക്കുമ്പോഴൊക്കെ അവൻ എൻ്റെ കൂടെ വന്ന് നിൽക്കും. എന്നാൽ മോളാണെങ്കിൽ അങ്ങനെയല്ല. മോള് അവളുടെ കാര്യങ്ങൾ നോക്കിയിട്ട് അവൾ എൻഗേജ്ഡായിരിക്കും. പക്ഷേ അവൻ എപ്പോഴും എൻ്റെ പുറകെ ആയിരിക്കും. അത് എല്ലാ കുഞ്ഞുങ്ങളും അങ്ങനെയാണ്. അമ്മമാരുടെ അടുത്ത് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് ആയിരിക്കും. എന്നാലും കിച്ചണിൽ കൂടുതൽ അവന് വന്നിരുന്ന് ഇങ്ങനെ ഓരോന്ന് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഇന്നലെ വാങ്ങിയ പച്ചക്കറിയെല്ലാം തട്ടിയൊന്ന് നമ്മൾ ഫ്രിഡ്ജിലൊന്ന് അറേഞ്ച് ചെയ്ത് വയ്ക്കും. ഫ്രിഡ്ജിൻ്റെ ഏറ്റവും അടിയിലത്തെ ഇതിലെ പച്ചക്കറി സ്റ്റോറേജ് ചെയ്യുന്ന ബോക്സിലേക്ക് ഞാനെല്ലാം എടുത്ത് അടുക്കി പറക്കി വയ്ക്കും. അതാകുമ്പോൾ നമുക്ക് എടുക്കാൻ എളുപ്പമായിരിക്കും. പച്ചമുളകും എല്ലാം സെപ്പറേറ്റ് ആക്കിയിട്ട് വയ്ക്കും. അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എടുക്കാൻ എളുപ്പമാണ്. ഇങ്ങനെ ചുമ്മാ എല്ലാം കൂടിയിട്ട് വാരിട്ടെടുക്കണം, നമ്മൾ എടുക്കും. അങ്ങനെ ഇതേപോലെ അറേഞ്ച് ചെയ്ത് ഇങ്ങനെ വയ്ക്കും. അപ്പോൾ എനിക്ക് എടുക്കാൻ എൻ്റെ അതത്തിനാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ അവിയലിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പച്ചക്കറി മാറ്റി വെച്ചിട്ടാണ് ബാക്കി എടുത്ത് വെച്ചത്. അത് കഴിഞ്ഞ് അവിയലിനുള്ളതൊക്കെ ഞാൻ അരിഞ്ഞ് പറക്കി വെച്ചു. അതിൻ്റെ അരപ്പ് റെഡിയാക്കി. അപ്പോഴത്തേക്കും അവിയലിനുള്ള പച്ചക്കറി തിളച്ചു. പിന്നെ പുട്ടുണ്ടാക്കി, അതിനൊരു മോരുകറിട്ടാക്കി. അവിയൽ റെഡിയായിട്ടുണ്ട്. പാവയ്ക്ക് മെഴുക്കുവരട്ടി റെഡിയായിട്ടുണ്ട്. പുട്ട് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം കണ്ടി കുറച്ച് പാത്രങ്ങളും കൂടി കഴുകാനുണ്ടായിരുന്നു. അതും കൂടി കഴുകിയൊക്കെ മാറ്റി വെച്ചു. കിച്ചണൊന്ന് ഫുള്ളൊന്ന് വൃത്തിയാക്കി ഇട്ടു. സ്ലാബൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടു. കണ്ട് ഇതാണ് അവൻ്റെ കുഞ്ഞ് കസര. ഇത് ഞാൻ കൂടെ നീക്കിയിട്ടേക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ തുടച്ചപ്പോൾ കുറച്ചങ്ങോട്ട് നീക്കിയിട്ടതാണ് ചെയറ്. പിന്നെ വെളിയിലേക്ക് ഇട്ടപ്പോൾ അത് വീണ്ടും നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മോൾക്കും മോനുമൊക്കെ ഫുഡ് കൊടുത്തു. അവനും അവളും ഒരുമിച്ചാണ് ഫുഡ് കഴിക്കുക. അവൾ കഴിക്കുന്ന കൂട്ടത്തിൽ അവനും കൂടി കൊടുത്താൽ അവൻ കഴിക്കും. ഇങ്ങനെ കളിച്ചൊക്കെ ഇരുന്ന് അവൻ ഫുഡ് കഴിക്കും. അവനതാണ് ഇഷ്ടം. അവളുടെ കൂടെ ഇരുന്ന് കഴിക്കുവാണെങ്കിൽ കുറച്ചങ്ങ് കഴിക്കും. രണ്ടും കൂടി കാര്യങ്ങളും പറഞ്ഞ് കളിച്ചും ചിരിച്ചുമൊക്കെ. അവർക്ക് ഇങ്ങനെ അകത്തിരുന്ന് ഫുഡ് കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം ഇങ്ങനെ പുറത്ത് വന്ന് സിറ്റൗട്ടിലിരുന്ന് വന്നിരുന്ന വണ്ടിയൊക്കെ നോക്കിയും കാര്യങ്ങൾ പറഞ്ഞും ഒക്കെ ഇരുന്ന് ഫുഡ് കഴിക്കാനാണ് അവർക്കിഷ്ടം. എല്ലാവരും അങ്ങനെ തന്നെയാണ്. എന്നാലും വെളിയിൽ നല്ല മഴ പെയ്യുന്നുണ്ട് കണ്ടോ. നല്ല പെയ്തുകൊണ്ടിരിക്കും. ഇവിടെ മോനാണെങ്കിൽ ഇങ്ങനെ അമ്മ ഇങ്ങനെ ഓരോരോ കോഷ്ടികൾ ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ അമ്മ ഇങ്ങനെ കളിയാക്കിയിരിക്കും കേട്ടോ. അമ്മയുടെ അടുത്താണ് അവർ ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ മോള് ഇന്ന് ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് അവർ വരും, ഇവരെ വരത്തില്ല, മഴയായതുകൊണ്ട് ഫ്രണ്ട്സ് വരത്തില്ല എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ അവൾ പോകാൻ ഇറങ്ങി. പിന്നെ ഞാനും ഫുഡ് കഴിക്കാനായിട്ട് പോയി കേട്ടോ. അവിടെ നമ്മൾ ഗേറ്റ് രാത്രി പൂട്ടിട്ടേക്കും, രാവിലെ തുറക്കത്തുള്ളൂ. പിന്നെ അവൾ ബൈയൊക്കെ പറഞ്ഞ് അവൾ പോകും.